വാഹനയാത്ര കഴിഞ്ഞ് രാത്രി ഒറ്റയ്ക്ക് പട്ടണത്തിലൂടെ നടന്നു വരുന്ന യാത്രക്കാരെ ആക്രമിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും കവരുന്ന സംഘത്തിലെ 4 പേർ പിടിയിൽ. ആലത്തൂർ കഴനി വാവുള്ളിയപ്പുറം വള്ളിക്കാട്ട് വീട്ടിൽ അൻവർ 25 വയസ്സ്, പാലക്കാട് പാളയം തിരുനെല്ലായിലെ സനിൽ 19 എന്നിവരും പാലക്കാട് പട്ടണപ്രദേശത്തെ പ്രായപൂർത്തിയാകാത്ത 2 പേരുമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് പട്ടണത്തിലുണ്ടായ കവർച്ചാ കേസിന്റെ അന്വേഷണത്തിലാണ് 4 പേരും പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി KSRTC സ്റ്റാൻഡിലേക്ക് നടന്നു പോകുകയായിരുന്ന കഞ്ചിക്കോട്ട് സ്വദേശിയെ ആക്രമിച്ചെന്ന പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കഞ്ചിക്കോട് സ്വദേശിയെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെടുകയും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. ഓൺലൈൻ സംവിധാനം ഇല്ലെന്നറിഞ്ഞപ്പോൾ ATM കാർഡ് ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചതായും പറയുന്നു. തടയാൻ ശ്രമിച്ചതോടെ യാത്രക്കാരന്റെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി ATM കാർഡും പിൻ നമ്പറും വാങ്ങുകയും KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തതായും പരാതി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ATM കൗണ്ടറിലെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. ആലത്തൂർ സ്വദേശിയായ അൻവർ കൊലപാതകം, കവർച്ച ഉൾപ്പെടെയുള്ള ഒട്ടേറെ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. രാത്രി വീട്ടിൽ നിന്നിറങ്ങി പാലക്കാട് പട്ടണത്തിലെത്തുന്ന കുട്ടികളെ ലഹരി നൽകി വശത്താക്കി കവർച്ചക്കായി ഉപയോഗിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. കവർച്ചാ സംഘങ്ങളിൽപ്പെട്ടവർ ട്രാൻസ്ജെൻഡർമാരാണെന്ന തരത്തിൽ വേഷം മാറി കവർച്ച നടത്തുന്നതായും പരാതിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പാലക്കാട് സൗത്ത് SI-മാരായ A അനൂപ്, V ഹേമലത, K രതീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ B ശശി, CPOM രാജേഷ് തുടങ്ങിയവരാണ് കേസ് അന്വേഷിച്ചത്.